ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ അതിലൊരു പ്രോബ്ലം കണ്ടു. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അത് സിംഗിൾ ഇൻസ്റ്റാൾമെൻറ്റ് വഴി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നൊരു ചെറിയൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ ക്യാഷിൽ വളരെ ചെറിയ രീതിയിലെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. നമ്മൾ ഷെയറിൽ ചോദിക്കുന്ന പോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് വെച്ചിട്ടൊന്നും ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമുക്ക് ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിൽ പ്രോബ്ലം ചോദിക്കുന്ന കേസ് വളരെ റെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയറിൽ ഏറ്റവും അവസാനമായിട്ട് കണ്ട ഒരു പോർഷനാണിത്. ഇഷ്യൂ ഓഫ് ഷെയർ അതർ ദാൻ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ ക്യാഷ് കൂടാതെ മറ്റേതെങ്കിലും അസറ്റ് വാങ്ങിയിട്ട് നമ്മളതിന് പകരമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കേസായിരുന്നു നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ അവസാനമായിട്ട് കണ്ടത്. ഷെയർ രണ്ട് തരത്തിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്യാഷ്, അപ്പോൾ ക്യാഷിൻ്റെ കണക്കാണ് ഒരുപാട് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് അവസാനമായിട്ട് നമ്മൾ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ളൊരു കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം കേസ് തന്നെയാണ് ഇവിടെ ഡിബഞ്ചറിൻ്റെ കേസിലും വരുന്നത്. ഡിബഞ്ചറും ക്യാഷിന് ഇഷ്യൂ ചെയ്യാം, അതേപോലെ എന്തെങ്കിലും ഒരു അസറ്റിന് പകരമായിട്ടും അത് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ അതിൻ്റെ കണക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമിനേഷനിൽ ഡിബഞ്ചറിൽ അധികം കുറച്ചും കൂടി ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, പക്ഷേ ഷെയറിലും ഇമ്പോർട്ടൻ്റ് ആണ്, ഡിബഞ്ചറിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടിലും നിങ്ങൾ ഒരേപോലെ അത് പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആ ഒരു കൺസിഡറേഷൻ. അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വെൻ എ കമ്പനി പർച്ചേസസ് സം അസറ്റ്സ് ഓർ എ റണ്ണിംഗ് ബിസിനസ്, ഇറ്റ് മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്. This is said to be issue of debentures for consideration other than cash. Such debentures may be issued at par, at premium or at discount. The journal entries will be as follows. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ചില കമ്പനീസിന് ഒന്നുകിൽ അവരൊരു അസറ്റ് വാങ്ങും, അല്ലെങ്കിൽ ഒരു ബിസിനസ് വാങ്ങും. ബിസിനസ് വാങ്ങുകയെന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തെ മൊത്തമായിട്ട് വാങ്ങാം. ഇപ്പോൾ രണ്ട് സ്ഥാപനങ്ങളുണ്ടെന്ന് വെക്കാം, ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ്. അപ്പോൾ അധികം കേസിലും നോർമൽ കേസിൽ ഈ വലിയ സ്ഥാപനം ചിലപ്പോൾ മൊത്തമായിട്ട് ഈ ചെറിയ സ്ഥാപനത്തിനെ പർച്ചേസ് ചെയ്യും. അപ്പോൾ അവരെ അസറ്റും ഇവരെ ലയബിലിറ്റീസൊക്കെ മൊത്തമായിട്ട് ഇവർ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഏറ്റെടുക്കുക, മൊത്തമായിട്ട് മറ്റൊരു സ്ഥാപനത്തെ ഏറ്റെടുക്കുക. അത് ചെറിയ സ്ഥാപനത്തെയാണ് അധികം വലിയ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക. ചില കേസിൽ വലിയ സ്ഥാപനത്തെ ചെറിയ സ്ഥാപനം ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നോർമൽ കേസിൽ എന്താണ്ടാവുക, അധികം വലിയ സ്ഥാപനങ്ങൾക്കാണ് പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ അവരാണ് ചെറിയ സ്ഥാപനങ്ങൾ അധികം ഏറ്റെടുക്കുക. അപ്പോൾ ഈ കേസിലും അതേപോലെ ഒരു സ്ഥാപനം, ഒരു കമ്പനി അസറ്റ് വാങ്ങുമ്പോഴും ഇതിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഇതിന് ക്യാഷിന് ബദലായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഒരു അസറ്റാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കേസുകളിൽ എന്തൊക്കെയാണ് ജേർണൽ എൻട്രി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയറിലും കണ്ടതാണ്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, അപ്പോൾ 3 തരത്തിൽ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. മൂന്ന് തരത്തിൽ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. അറ്റ് പാർ എന്താണെന്ന് നമുക്കറിയാം. അറ്റ് പാർ മീൻസ് എന്താണ്, അതിൻ്റെ യഥാർത്ഥ വിലയിൽ ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്താണോ അതേ വിലയിൽ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് അറ്റ് പാർ. അറ്റ് പ്രീമിയം നമുക്കറിയാം, അതിൻ്റെ ഫേസ് വാല്യൂവിൽ നിന്ന് എമൗണ്ട് കുറച്ച് കൂടുതലായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാം. ഒരു പെർസെൻറ്റേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാം. അതാണ് പ്രീമിയം എന്ന് വെച്ചാൽ. അപ്പോൾ ഡിമാൻഡ് കൂടുതലുള്ള ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർസിനൊക്കെയാണ് നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. പിന്നെ അറ്റ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് വാല്യൂവിൽ നിന്ന് എമൗണ്ട് കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അധികം ഈ ഡിബഞ്ചറിൻ്റെയോ ഷെയറിൻ്റെയോ ഒക്കെ ഡിമാൻഡ് കുറവുള്ള സാഹചര്യത്തിലാണ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് ഷെയറിൽ ഇപ്പോൾ സാധിക്കില്ല. 2013 കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ. റയർ കേസിൽ മാത്രമേ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൽ ഇപ്പോൾ യാതൊരു പ്രതിബന്ധങ്ങളും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദി ജേർണൽ എൻട്രീസ് വിൽ ബി ആസ് ഫോളോസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ജേർണൽ എൻട്രീൻ്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഓർ ബിസിനസ്, അതായത് അസറ്റോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ
എന്താണ് ജേണൽ എൻട്രി വരിക? അപ്പോൾ ഇത് ഒരു കോമൺ ജേണൽ എൻട്രിയാണ്. അപ്പോൾ ഡിസ്കൗണ്ടിനാവട്ടെ, പാറിനാവട്ടെ, പ്രീമിയത്തിനാവട്ടെ, ഏത് കേസിലാണെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ അസറ്റ് വാങ്ങുന്ന ജേണൽ എൻട്രി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ പർച്ചേസ് ഓഫ് അസറ്റ് ഓർ ബിസിനസ്, ഇപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോഴോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ജേണൽ എൻട്രി ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ജേണൽ എൻട്രി ബിസിനസ് മീൻസ് ഒരു സ്ഥാപനത്തെ മൊത്തമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജേണൽ എൻട്രിയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ with agreed value of assets taken over to liabilities account with agreed value of liabilities taken over to vendors account with purchase consideration. അതായത് ഒരു സ്ഥാപനം ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു വലിയ സ്ഥാപനം ഒരു ചെറിയ ബിസിനസ്സിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് അസറ്റും ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. ഇത് മൊത്തമായിട്ടാണ് ഇവർ ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ അസറ്റ് എന്ന് പറയുന്നത് ഈ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് അതെന്താണ്, അവർക്ക് പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു എന്താണ് സമ്പാദ്യമാണത്. പക്ഷേ ലയബിലിറ്റിയോ, ഇതിൻ്റെ കൂടെ വരുന്ന ലയബിലിറ്റി എന്താണ്, അത് ഇവർക്ക് ബാധ്യതയാണ്. കാര്യം ഇവരുണ്ടാക്കി വെച്ച എല്ലാ ലയബിലിറ്റിയും ഇവർ പിന്നെ വീട്ടണം, കാര്യം ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന നേരത്താണ് ഈ ഒരു ജേണൽ എൻട്രി വരിക. അപ്പോൾ അതായത് അസറ്റൊക്കെ എന്താണ് നമ്മുടെ ഡെബിറ്റിലേക്കാണ് പോവുക, ലയബിലിറ്റി നമ്മുടെ ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റിലേക്കാണ് പോവുക. പിന്നെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന, ഈ ചെറിയ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ലയബിലിറ്റീസും വീട്ടേണ്ട ബാധ്യത വലിയ സ്ഥാപനത്തിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ മൊത്തമായിട്ട് ഏറ്റെടുക്കുന്ന നേരത്തെ അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. നമുക്ക് വരവാണ് അസറ്റ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കൊടുത്ത് തീർക്കേണ്ട എമൗണ്ട് ആണ്, അത് ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അസറ്റാണ് കൂടുതലെങ്കിൽ, ഇവിടെ അസറ്റാണ് കൂടുതലെങ്കിൽ എന്താണ് ഈ പറയുന്ന വെൻഡർക്ക്, അതായത് നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിന്, ഈ ചെറിയ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് ഇനി നമ്മൾ വലിയ സ്ഥാപനത്തിൻ്റെ ആൾക്കാരാവും. അപ്പോൾ നിലവിലുള്ള ഓണേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ആണ് എന്ത്, അസറ്റ് ലയബിലിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥാപനം മാത്രമേ എല്ലാവരും ഏറ്റെടുക്കാനും തയ്യാറാവുള്ളൂ. സമ്പാദ്യങ്ങൾ എന്താണ് ബാധ്യതയേക്കാളും കൂടുതലുള്ളൊരു സ്ഥാപനം മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, അസറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അതിൽ അസറ്റാണ് ഫേവറബിൾ എങ്കിൽ, നമുക്ക് കൂടുതൽ അസറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ ഡിഫറൻസ്, ലയബിലിറ്റിയും കിഴിച്ചുള്ള ഡിഫറൻസ് നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മൾ ഈ പറയുന്ന വെൻഡർക്ക്, ആ ബിസിനസ് വിൽക്കാൻ തയ്യാറായ വ്യക്തിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഡിബഞ്ചറായിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബിസിനസ് ഏറ്റെടുക്കുന്ന ജേണൽ എൻട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോർമൽ കേസാണെന്ന് കരുതാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു അസറ്റ് മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് മാത്രമാണ്, ഒരു അസറ്റ് വിൽക്കുന്നുണ്ട് അവർ, നമ്മൾ അസറ്റ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിന് ബദലായിട്ട് നമ്മൾ ഡിബഞ്ചർ കൊടുക്കുകയാണ്. അപ്പോൾ അസറ്റ് വാങ്ങുന്ന നേരത്തുള്ള ജേണൽ എൻട്രി എന്ത് വരുന്നത് വെച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു, ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞ ജേണൽ എൻട്രി അവിടെ വരില്ല, ടു വെൻഡേഴ്സ് അക്കൗണ്ട് വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിവിടെ നോട്ടായിട്ട് എഴുതേണ്ടത് ആദ്യം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടുക, എന്നിട്ട് ഫോർ പർച്ചേസ് ഓഫ് അസറ്റ് ഓർ ബിസിനസ്സിന് നിങ്ങൾ സൈഡ് ഹെഡിങ് എഴുതാതെ പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് മാത്രം സൈഡ് ഹെഡിങ് എഴുതുക. എന്നിട്ട് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ഇത് എഴുതുക. എന്നിട്ട് ഈ ലയബിലിറ്റീസ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു, അതായത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1A എന്ന് പറഞ്ഞിട്ട് 1 പോയിന്റ് ഒരു സ്മോൾ ലെറ്റർ എയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എയോ എഴുതുക. എന്നിട്ട് ഓൺ പർച്ചേസ് ഓഫ് അസറ്റ് ഓർ ബിസിനസ്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ബിസിനസ് മാത്രം നിങ്ങൾ എഴുതുക, അസറ്റ് എഴുതണ്ട. പിന്നെ പർച്ചേസ് ഓഫ് ബിസിനസ് സൈഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഈ ജേണൽ എൻട്രി ചെയ്താൽ, കാര്യം പർച്ചേസ് ഓഫ് ബിസിനസ്സിൻ്റെ ജേണൽ എൻട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസറ്റിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലയബിലിറ്റീസ് വെട്ടിയിട്ടുള്ള ജേണൽ എൻട്രി വരിക. ഈ രണ്ട് ജേണൽ എൻട്രീസ് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആദ്യം ചെറിയൊരു ഇതിൻ്റെ ഒരു വിവരണം എന്ന് പറഞ്ഞ പോലെ ഇതുവരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഹെഡിങ് രണ്ട് രീതിയിൽ എഴുതുക. ഒന്ന് പർച്ചേസ് ഓഫ് അസറ്റ് എന്നുള്ളതും പിന്നെ പർച്ചേസ് ഓഫ് ബിസിനസ് എന്നുള്ളതും. പർച്ചേസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഈ ജേണൽ എൻട്രി എഴുതുക. പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ആ ലയബിലിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടിന്യൂഷൻ നോട്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് ദർ ഈസ് എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ നെറ്റ് അസറ്റ്, ദി ഡിഫറൻസ് ബീയിങ് ക്യാപിറ്റൽ ലോസ് ഈസ്
debited to goodwill account. On the other hand, if net assets exceed the purchase consideration, the difference being capital profit credited to capital reserve. Net asset means the value of asset purchased minus the amount liabilities taken over. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ജേണൽ എൻട്രി കണ്ടു, അതായത് ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഓർ ബിസിനസ്. അതിൽ ബിസിനസ്സിൻ്റെ ജേണൽ എൻട്രിയാണ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിസിനസ് മൊത്തമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്താ ജേണൽ എൻട്രി കൊടുത്തിരുന്നത്? അസറ്റ്സ് അക്കൗണ്ട് ടു ലയബിലിറ്റീസ്, അത് കഴിഞ്ഞിട്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ഈസ് എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ നെറ്റ് അസെറ്റ്. അപ്പോൾ നെറ്റ് അസെറ്റ് എന്താണ്? നമ്മൾ നേരത്തെ ഈ ഒരു ജേണൽ എൻട്രി കാണുന്നത് എന്താണ്? നമ്മുടെ ഈ അസറ്റും ലയബിലിറ്റിയും മൈനസ് ചെയ്ത് നോക്കിയിട്ട് എന്താണോ എമൗണ്ട് വരുന്നത്, ആ നെറ്റ് അസറ്റിൻ്റെ എമൗണ്ടാണ് വെൻഡർക്ക് കൊടുക്കുന്നത്, ആ ബിസിനസ് വിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചില കേസിൽ ഈ വിൽക്കുന്ന ആൾക്ക് അതിലും ഒരു എമൗണ്ട് ജാസ്തിയായിട്ട് കൊടുക്കേണ്ടി വരും. അയാളെ ബിസിനസ് വിൽക്കുകയാണ്, അപ്പോൾ അയാൾക്ക് ചിലപ്പം ഓവറായിട്ട് അല്ലെങ്കിൽ അമിതമായൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അസറ്റിന് താഴെയായിട്ടൊരു ഡെബിറ്റിൽ ഒരു അക്കൗണ്ടും കൂടി എഴുതുക, കാര്യം എക്സസ് വരുന്ന എമൗണ്ട് കാണിക്കുക, സൂചിപ്പിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ലയബിലിറ്റീസും അതേപോലെ വെൻഡറിൻ്റെ അക്കൗണ്ടും നമ്മൾ ക്രെഡിറ്റിൽ എഴുതുക. ഇനി ചില കേസിൽ നമ്മൾ കുറഞ്ഞ പൈസ മാത്രം വെൻഡർക്ക് കൊടുത്താൽ മതി. കാരണം വെൻഡർ ഡെസ്പറേറ്റ് ആണെന്ന് വെക്കുക, വെൻഡർ അയാളെ ബിസിനസ് വിൽക്കാനായിട്ട് അയാൾക്ക് ഡെസ്പറേറ്റ് ആണ്, കാരണം അയാൾക്ക് കടം ബാധിക്കുകയോ ബാങ്ക്രപ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അയാൾ ചിലപ്പം ബിസിനസ് വിൽക്കാൻ അയാൾ ധൃതിപ്പെടാം. അപ്പോൾ നമുക്ക് ചിലപ്പം അയാൾക്ക് ഈ നെറ്റ് അസറ്റിനെക്കാട്ടിയും കുറഞ്ഞ എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലൊരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആണ് നമുക്കതൊരു പ്രോഫിറ്റാണ്, കാരണം നെറ്റ് അസറ്റിനെക്കാട്ടിയും കുറഞ്ഞ പൈസയാണ് വെൻഡർക്ക് കൊടുക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് അത് എന്തിൽ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം നമുക്ക് കാണണം. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ ജേണൽ എൻട്രീസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പോൾ എ ലിമിറ്റഡും ബി ലിമിറ്റഡും. അപ്പോൾ ഇവിടെ ബി ലിമിറ്റഡിൻ്റെ അസറ്റും ലയബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ കയ്യിൽ ഇത്രയും അസറ്റ് ഉണ്ട്, സമ്പാദ്യങ്ങളുണ്ട്, ഇത്രയും ബാധ്യതകളുണ്ട്, 50,000 ലയബിലിറ്റി ഉണ്ട്, 1 lakh അസറ്റ് ഉണ്ട്. അപ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കുക, ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ നേരത്ത് ഇവിടെ നെറ്റ് അസറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. നെറ്റ് അസറ്റ്, അപ്പോൾ നിലവിലുള്ള അസറ്റും അതേപോലെ ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് അസറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നിലവിൽ ഇതിന് എത്ര ഉണ്ട്? 1 lakh ആണ് അസറ്റ് ആയിട്ടുള്ളത്, ലയബിലിറ്റി 50,000 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ വരികയാണെങ്കിൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഡിഫറൻസ് എത്രയാണ്? 50,000. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബി ലിമിറ്റഡിൻ്റെ ഓണേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോർമൽ കേസിൽ എന്താണ് ജേണൽ എൻട്രി വരിക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജേണൽ എൻട്രി, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജേണൽ എൻട്രിയാണ് വരിക. ഓക്കെ, എന്താണ് ഈ ജേണൽ എൻട്രി? എന്താണ്? അതായത് നമ്മൾ എന്താണ് അതിൽ കണ്ടത്? ഇവിടെ പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അസറ്റ് അക്കൗണ്ടിന് നേരെ 1 lakh എഴുതുക, ലയബിലിറ്റിക്ക് നേരെ 50,000 എഴുതുക, വെൻഡർക്ക് നേരെ 50,000 എഴുതുക. ഓക്കെ, ഇനി ഇയാൾ പറയാണ് 50,000 തന്നാൽ പോരാ, എനിക്ക് 60,000 തരണം എന്ന് പറയുമ്പോൾ എന്തായി? നമ്മളൊന്ന് ഇതിൻ്റെ ജേണൽ എൻട്രി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണ് ജേണൽ എൻട്രി കൊടുത്തിരിക്കുന്നത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 10,000, ടു ലയബിലിറ്റീസ് അക്കൗണ്ട് 50,000, ടു വെൻഡേഴ്സ് അക്കൗണ്ട് 60,000. അപ്പോൾ ഇവിടെ അധികമായി കൊടുക്കുന്ന ആ 10,000 നമ്മൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞ ഡെബിറ്റിലാണ് കാണിക്കുന്നത്. അടുത്ത കേസ് പറയുന്നത്, ഇനി ഇയാൾക്ക് നമ്മൾ ഇയാളോട് പറയാണ്, ബി ലിമിറ്റഡോട് എ ലിമിറ്റഡ് പറയാണ് 50,000 തരാൻ സാധിക്കില്ല, 40,000 മാത്രമേ എമൗണ്ട് തരാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ കമ്പനി എന്താണ് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ 40,000 ആണെങ്കിലേ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്.
അപ്പോൾ ഇയാൾ ഡെസ്പറേറ്റ് ആണ്, ഈ ബി ലിമിറ്റഡ് ഡെസ്പറേറ്റ് ആണ്. അപ്പോൾ അയാൾ പറയണം ഓക്കെ 40,000 എങ്കിൽ 40,000 ആ വിലയ്ക്ക് എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ലാഭമാണ്, എ ലിമിറ്റഡിന് ലാഭമാണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ എ ലിമിറ്റഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ 10,000 ലാഭമാണ്. ആ കേസിൽ വരുന്ന ജേണൽ എൻട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ജേണൽ എൻട്രി വരുന്നത്? ആ ടൈമിൽ വരുന്ന ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, ടു ലയബിലിറ്റീസ് അക്കൗണ്ട് 50,000, ടു വെൻഡർ അക്കൗണ്ട് അല്ലെങ്കിൽ ബി ലിമിറ്റഡ് അക്കൗണ്ട് 40,000, ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 10,000. അപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന 10,000 ക്യാപിറ്റൽ റിസർവ് ശ്രദ്ധിക്കുക, നമുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിബഞ്ചർ നമുക്ക് 3 തരത്തിൽ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഡിബഞ്ചർ നമുക്ക് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചർ ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അറ്റ് പാർ ആണെങ്കിൽ എന്താണ്? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ വരും. അത് വളരെ സിമ്പിളാണ്. അറ്റ് പാർ ആണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറ്റ് പ്രീമിയം ആണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിൽ വരും. പ്രീമിയം ആണെങ്കിൽ നമുക്ക് ലാഭമാണ് ഉണ്ടാവുക, അതുകൊണ്ട് ക്രെഡിറ്റിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് എഴുതുക. നമ്മൾ ഷെയറിൽ നമ്മൾ പ്രീമിയത്തിൻ്റെ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എവിടെ എഴുതുക? നമ്മൾ ക്രെഡിറ്റിലാണ് എഴുതുക. ഇനി ഡിസ്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താണ്? വെൻഡർ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റിൽ എഴുതുക. അപ്പോൾ എന്താണ്? ഡിസ്കൗണ്ട് എന്ന് എഴുതുക. പിന്നെ എന്താണ്? ഇവിടെ അതിൻ്റെ ഫേസ് വാല്യൂ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണെങ്കിൽ കമ്പനിക്ക് ലാഭമോ നഷ്ടമോ ഇല്ല പാർ വാല്യൂ ആണെങ്കിൽ. പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വെൻഡർക്ക് കൊടുക്കാനുള്ള ഫുള്ളായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഡിബഞ്ചറായി കൊടുക്കുന്നില്ല, ഒരു ചെറിയ എമൗണ്ടേ കൊടുക്കുള്ളൂ. ബാക്കിയുള്ളത് പ്രീമിയത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രീമിയം നമ്മുടെ എന്താണ്? ക്യാപിറ്റൽ റിസർവിലേക്ക് പോകുന്ന സാധനമാണ്. ഇനി ഡിസ്കൗണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്, വെൻഡർക്ക് നമ്മൾ കൊടുക്കാണ്ടാവുക ഒരു എമൗണ്ട് ആയിരിക്കും, അതിൻ്റെ കൂടുതൽ നമ്മൾ ഡിസ്കൗണ്ടും കൂടി വെച്ചിട്ട് നമ്മുടെ കൂടുതൽ ഡിബഞ്ചറാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് എന്താണ്? ഡിബഞ്ചർ എന്താണ്? അതൊരു ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ ഓഫ് ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ഇനി നമ്മൾ നോക്കി ആദ്യം തന്നെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതോ ജേണൽ എൻട്രീസിനെ കുറിച്ചാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ് കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഒരു കണക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ വിവേക് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്. വിവേക് ലിമിറ്റഡ് ടുക്ക് ഓവർ അസറ്റ്സ് വർത്ത് ₹5 lakh ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ₹1,34,000 ഓഫ് മിഥുൻ ട്രേഡേഴ്സ് ഫോർ എ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് ₹3,96,000. Vivek Limited paid the purchase consideration by issuing debentures of ₹100 each. Give journal entries in the books of Vivek Limited assuming that debentures are issued. 2 കേസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? അറ്റ് 10% പ്രീമിയം ആൻഡ് പിന്നെന്താണ്? അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 2 കേസാണ്. എ ബി എന്ന് പറഞ്ഞ 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 10% പ്രീമിയത്തിലും 10% ഡിസ്കൗണ്ടിലും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതായിട്ടാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിൽ എന്താ പറയുന്നത്? വിവേക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു മിഥുൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ചെറിയ സ്ഥാപനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, ആ സ്ഥാപനത്തെ മൊത്തമായിട്ട് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങുന്ന നേരത്ത് വിവേക് ലിമിറ്റഡ് എത്രയാണ്? 5 ലക്ഷത്തിൻ്റെ അസറ്റ് അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ 1,34,000 രൂപേൻ്റെ ലയബിലിറ്റി മിഥുൻ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണ്? അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അസറ്റ് ഇവർക്ക് എന്താണ്? വരുമാനം ഉണ്ടാക്കുന്ന സാധനമാണ്, പക്ഷേ ലയബിലിറ്റി ഇവർ അടച്ചു തീർക്കേണ്ട സാധനമാണ് ആര്? ഈ പറയുന്ന വിവേക് ലിമിറ്റഡ്. ഓക്കെ, ഫോർ എ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് ₹3,96,000. ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് വിവേക് ലിമിറ്റഡ് എത്രയാണ് കൊടുക്കുന്നത്? 3,96,000 രൂപയാണ് പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു പർച്ചേസ് കൺസിഡറേഷനും ഈ ലയബിലിറ്റിയും ഈ അസറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വിവേക് ലിമിറ്റഡിന് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ എന്താണ്? പർച്ചേസ്, ഈ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഇവർക്ക് ഡിബഞ്ചറാണ് ഇതിന് ബദലായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്, കാശല്ല കൊടുക്കുന്നത്, ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കേസാണ് പറയുന്നത്. ഒന്ന് 10% പ്രീമിയം, ഒന്ന് 10% ഡിസ്കൗണ്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എഴുതിയിട്ട് എന്താണ്? അറ്റ് പാർ എന്നും കൂടി എഴുതി വെക്കുക. അറ്റ് പാർ എന്നും കൂടി എഴുതി വെക്കുക. ഇവിടെ സി, ഇതിന് ശേഷം ഇവിടെ എന്ത്? സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എഴുതിയിട്ട് എന്താണ്? അറ്റ് പാർ എന്നും കൂടി എഴുതി വെക്കുക. അപ്പോൾ പാറിൻ്റെ ഒരു കേസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പാർ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. പാർ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കും. നമുക്ക് എന്താണ്? പ്രീമിയത്തിന് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് പാറിൻ്റെ കേസും കൂടി നോക്കാം. അതും കൂടി നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ
നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ചെറിയൊരു വർക്കിംഗ് നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ വിവേക് ലിമിറ്റഡ് ആണ് ആരെ പർച്ചേസ് ചെയ്യുന്നത്? അതായത് മിഥുൻ ട്രേഡേഴ്സിനെ ആരാണ് പർച്ചേസ് ചെയ്യുന്നത്? വിവേക് ലിമിറ്റഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് എന്ത് പർച്ചേസ് ചെയ്യുന്ന വലിയ കമ്പനി. ഇത് ചെറിയൊരു സ്ഥാപനമാണ്. മിഥുൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മിഥുൻ ട്രേഡേഴ്സിൻ്റെ 5 ലക്ഷത്തിൻ്റെ അസറ്റാണ് ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. അതേപോലെ മിഥുൻ ട്രേഡേഴ്സിൻ്റെ 1,34,000 ലയബിലിറ്റിയും ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നെറ്റ് അസറ്റ് എത്രയാണ് ഇവർക്ക് വരിക? കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? മിഥുൻ ട്രേഡേഴ്സ് ഫോർ ദി പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് ₹3,96,000. നിങ്ങൾ സെക്കൻഡ് ലൈനിൽ നോക്കുക. അപ്പോൾ 3,96,000 രൂപയാണ് വിവേക് ലിമിറ്റഡ് നമ്മുടെ മിഥുൻ ട്രേഡേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അതായത് വാങ്ങിയ സാധനത്തിന് ബദലായിട്ട് കൊടുക്കുന്ന എമൗണ്ട് 3,96,000 രൂപയാണ്. നെറ്റ് അസറ്റായിട്ട് വിവേക് ലിമിറ്റഡിന് എത്ര കിട്ടുന്നത്? 3,66,000 രൂപയെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് പുറമെ ഒരു 30,000 രൂപ അഡീഷണൽ ആയിട്ടാണ് വിവേക് ലിമിറ്റഡ് നമ്മുടെ മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് കൺസിഡറേഷനും നെറ്റ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതായത് ഈ 3,96,000 നിന്ന് 3,66,000 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 30,000 രൂപയാണ്. അത് നഷ്ടമാണ് ആർക്ക്? വിവേക് ലിമിറ്റഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗുഡ്വിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, കൂടാതെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ ആണല്ലോ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അതായത് ബിസിനസ് വാങ്ങിയതിന് ബദലായിട്ട് ക്യാഷ് അല്ല കൊടുക്കുന്നത്, ഡിബഞ്ചറാണ് കൊടുക്കുന്നത്. ഡിബഞ്ചർ അറ്റ് 10% പ്രീമിയത്തിനാണ് കൊടുക്കുന്നത്. 10% പ്രീമിയത്തിനാണ് ഡിബഞ്ചർ കൊടുക്കുന്നത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% പ്രീമിയത്തിന് കൊടുക്കാമെന്ന് പറയുമ്പോൾ എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുക? അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്ര വരും നോക്കണം നമുക്ക്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്, എത്ര ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ വെൻഡർക്ക് അല്ലെങ്കിൽ നമ്മുടെ മിഥുൻ ട്രേഡേഴ്സിന് എത്രയാണ് എമൗണ്ട് കൊടുക്കാനുള്ളത്? മിഥുൻ ട്രേഡേഴ്സിന് 3,96,000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിൻ്റെ വില എത്രയാണ് ഇവിടെ വരുന്നത്? ഡിബഞ്ചറിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 10 രൂപയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം പ്രീമിയത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇത് 3,96,000 ഡിവൈഡഡ് ബൈ 110 വരും. ഇത് പ്രീമിയത്തിന് കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ 3,96,000 ഡിവൈഡഡ് ബൈ 110, 3,600 ഡിബഞ്ചറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3,600 ഡിബഞ്ചേഴ്സാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്ര വരും? 3,600 × 100, 3,60,000 രൂപയുടെ ഡിബഞ്ചറും കൊടുക്കും. ബാക്കി 36,000 രൂപ പ്രീമിയമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ പൂർണ്ണമായും നമ്മൾ ആർക്ക് കൊടുക്കേണ്ട? നമ്മുടെ വെൻഡർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയത്തിനാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കിവിടെ ലാഭം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്ര വരും? ഡിബഞ്ചറിൻ്റെ വാല്യൂ 3,600 × 100 വരും. അപ്പോൾ ഏകദേശം 3,60,000 രൂപ വരും. അത് കഴിഞ്ഞിട്ട് പ്രീമിയം, നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എഴുതേണ്ട പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്ര വരിക? പ്രീമിയത്തിൻ്റെ എമൗണ്ട് 3,600 × 10 വരും. അത് 36,000 രൂപ വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3,96,000 വരും. ഓക്കെ, നമ്മൾ ഷെയറിൽ ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടെ കേസ് എ ആണ് ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസറ്റിൻ്റെ വില നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, 5 ലക്ഷമാണ്. ലയബിലിറ്റിയുടെ വില 1,34,000 ആണ്. പിന്നെ മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ 3,96,000 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ചെയ്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ചാൽ സൺട്രി അസറ്റ്സ്,
അതായത് നമ്മുടെ വിവേക് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്. അപ്പോൾ കമ്പനിയിലേക്ക് അസറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സൺട്രി അസറ്റ്സ്, അക്കൗണ്ട്, ഡെറ്റർ ₹5 lakh. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ഗുഡ്വില്ലാണ്, നമുക്ക് നഷ്ടമാണ് വരുന്നത്. ഗുഡ്വിൽ അക്കൗണ്ട്, അപ്പോൾ നിങ്ങളിവിടെ ഇത് ബാലൻസിങ് ഫിഗറാണ്, ഡെറ്റർ. അപ്പോൾ ഗുഡ്വിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇവിടെ ഗുഡ്വിലാണോ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ റിസർവ് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഡെബിറ്റിൽ എന്ത് ചെയ്യുക, സൺട്രി അസറ്റ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് പറ്റെങ്കിൽ വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടു ലയബിലിറ്റീസ് എഴുതുക. ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അത് എത്ര എമൗണ്ട് വരുന്നത്? അത് 1,34,000 എമൗണ്ട് വരുന്നത്. പിന്നെ ഇവിടെ പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്നല്ല എഴുതേണ്ടത്, ഇവിടെ മിഥുൻ ട്രേഡേഴ്സിനാണ് എഴുതേണ്ടത്. കാര്യം മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ മിഥുൻ ട്രേഡേഴ്സിന് എഴുതാം. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട്. എത്രയാണ് മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കുന്നത്? 3,96,000. എന്നിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5,30,000 രൂപയാണ്. ഇവിടെ ആകെ ഡെബിറ്റിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുമാനിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അസറ്റ് ഇത്രേ വന്നിട്ടുള്ളൂ, പർച്ചേസ് കൺസിഡറേഷനും ലയബിലിറ്റിയും കൂടി ചേർത്തിട്ട് 5,30,000 രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയും വേണേൽ നമുക്ക് ഗുഡ്വിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 4,50,000 അല്ലെങ്കിൽ 4,60,000 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് അനുമാനിക്കാം, ഇവിടെ പ്രോഫിറ്റ് ആണ്. കാര്യം 5 ലക്ഷത്തിന് അസറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 4,40,000 അല്ലെങ്കിൽ 60,000 ആണ്. അപ്പോൾ 40,000 രൂപ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്രെഡിറ്റിൽ എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് കൂടുതൽ, അതുകൊണ്ട് നമുക്ക് നഷ്ടമാണ്. കമ്പനിക്ക് നമ്മുടെ വിവേക് ലിമിറ്റഡിന് നഷ്ടമാണ്, അതുകൊണ്ട് ഗുഡ്വില്ലാണ് വരിക. അപ്പോൾ ഗുഡ്വില്ലിലേക്ക് എത്ര എഴുതാന്ന് വെച്ചാൽ 30,000 രൂപ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ജേർണൽ എൻട്രി. അപ്പോൾ ജേർണൽ എൻട്രി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിതിൻ്റെ നറേഷൻ എഴുതുക. അപ്പോൾ നറേഷൻ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ബീയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിഥുൻ ട്രേഡേഴ്സ് taken over. ഓക്കെ, മിഥുൻ ട്രേഡേഴ്സ് ടേക്കൺ ഓവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. നമുക്കറിയാം ഫസ്റ്റ് കേസ് 1 പറയുന്നത് പ്രീമിയത്തിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതുക മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട്, ഡെറ്റർ റുപ്പീസ്. മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത് 3,96,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ 3,96,000. അപ്പോൾ നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ് എന്ത്, ഇത് ഇപ്പോൾ പ്രീമിയത്തിനാണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഡിബഞ്ചറിലേക്ക് എത്ര എമൗണ്ട് പോകും, അതേപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് എത്ര എമൗണ്ട് പോകും എന്നുള്ളത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലായതാണ് ടു ഡിബഞ്ചേഴ്സിലേക്ക് എത്ര എമൗണ്ട് പോകാമെന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 3,60,000 രൂപയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പോവുക. അതേപോലെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് എത്ര എമൗണ്ട് പോകുമെന്ന് വെച്ചാൽ 36,000 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് പോവുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നറേഷൻ നിങ്ങളിതിൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക. ബീയിങ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. കുറച്ച് നീറ്റായിട്ട് എഴുതുക. ഇപ്പോൾ ധൃതിയിൽ എഴുതുമ്പോഴാണ് ഇവിടെ നീറ്റ്നെസ് പോകുന്നത്. നിങ്ങൾ നീറ്റായിട്ട് എഴുതി വെക്കുക. താഴെ എന്താണ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ലൈൻ വരയ്ക്കുക. ബി ഒന്ന് പരിശോധിക്കാം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് 10% ഡിസ്കൗണ്ട് ആണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് 10% പ്രീമിയത്തിനായിരുന്നു നമ്മൾ ഡിബഞ്ചർ നേരത്തെ കേസ് എയിൽ നമ്മൾ ഇഷ്യൂ ചെയ്തത്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് 10% ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇവിടെ എത്ര വരുന്നു നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് വിൽ ബി ഈക്വൽ ടു
ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണ് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കാനുള്ളത്? പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കാനുള്ളത് 3,96,000 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്ര വരുന്നത്? 100 റുപ്പീസാണ്. അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10% കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 10% കുറയ്ക്കുമ്പോൾ 10 റുപ്പീസ് കുറയും. അപ്പോൾ 3,96,000 നിന്ന് 90 റുപ്പീസ് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് എത്രയാണ് എമൗണ്ട്, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്ര വരുമെന്ന് വെച്ചാൽ 4,400 ഡിബഞ്ചേഴ്സാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ എത്ര വരും എന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ എത്ര വരും? 4,400 ഇൻറ്റു 100 വിച്ച് വിൽ ബി ഈക്വൽ ടു 4,40,000. അപ്പോൾ 4,40,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ വെൻഡർക്ക് കൊടുക്കണം. ഡിസ്കൗണ്ടിനാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 4,40,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ വെൻഡർക്ക് കൊടുക്കണം. ശരിക്കും വെൻഡർക്ക് പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കാനുള്ളത് 3,96,000 ആണ്. പക്ഷേ ഡിബഞ്ചർ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും രൂപയുടെ ഡിബഞ്ചറാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എത്ര വരിക എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് വിൽ ബി ഈക്വൽ ടു 4,400 ഇൻറ്റു 10 വിച്ച് വിൽ ബി ഈക്വൽ ടു 44,000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. കേസ് ബി എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി, അതായത് ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി ആദ്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി കോമൺ ആണ് രണ്ട് കേസിലും. ഇനി വരാൻ പോകുന്ന നമ്മളിപ്പോൾ പാറിൻ്റെ കേസ് എഴുതുകയാണെങ്കിലും അതിലും സെയിം ആണ്, ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ എന്താ ജേണൽ എൻട്രി നേരത്തെ എഴുതി തന്നെ എഴുതുക. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് 5 lakh, ഗുഡ്വിൽ അക്കൗണ്ട് ബാലൻസ് ആണ് ഗുഡ്വിൽ അക്കൗണ്ടിൽ വരുന്നത്. ഡെറ്റർ നമ്മളിപ്പോൾ എമൗണ്ട് എഴുതണ്ട. ടു liabilities account 1,34,000 to Midun Traders 3,96,000. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5,30,000 വരുന്നുണ്ട്. നമ്മുടെ ഡെബിറ്റിലാക്കുക 5 lakh ഉള്ളൂ. അപ്പോൾ ഗുഡ് വില്ലാണ് വരിക, അത് 30,000 ആണ് വരിക. ഓക്കെ, നറേഷൻ എഴുതുക. ബീയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിഥുൻ ട്രേഡേഴ്സ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിഥുൻ ട്രേഡേഴ്സ് ടേക്കൺ ഓവർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ലൈന് വരയ്ക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതാൻ പോകുന്നത്. രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ അതിൽ മിഥുൻ ട്രേഡേഴ്സിനാണ് ഡിബഞ്ചർ കൊടുക്കുന്നത്. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് 3,96,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, അതുകൊണ്ട് ഡിസ്കൗണ്ട് ഡെബിറ്റിൽ എഴുതുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അതും ഡെബിറ്റിലാണ് വരിക. 44,000 വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ഡിബഞ്ചറാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് റുപ്പീസ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4,40,000. ഓക്കെ, നറേഷൻ എഴുതുക. ബീയിങ് debentures issued at discount. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് എ. അതേപോലെ കേസ് ബിയിൽ വരുന്ന ജേണൽ എൻട്രീസ്. ഇനി ഡിബഞ്ചേഴ്സ് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെക്കുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരാൻ നോക്കാം. കേസ് സി നമ്മുടെ ക്വസ്റ്റ്യനിൽ ശരിക്കും കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഫസ്റ്റ് ജേണൽ എൻട്രി സെയിമാണ് വരിക.
അതായത് ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി നമ്മൾ നേരത്തെ 2 കേസിലും കണ്ട പോലെ തന്നെ സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ അതേ ജേണൽ എൻട്രിയാണ്, 2 കേസിൽ എഴുതിയ അതേ ജേണൽ എൻട്രിയാണ് കേസ് സിയിൽ വരിക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ജേണൽ എൻട്രി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എങ്ങനെ വരുന്നത് വെച്ചാൽ മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് rupees 3,96,000 to debentures account 3,96,000. നറേഷൻ വരിക ബീയിങ് debentures issued to Midun Traders. ഇതാണ് ജേണൽ എൻട്രി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പർച്ചേസ് കൺസിഡറേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു ക്യാഷിനല്ലാതെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഇത്രയാണ് വരുന്നത്. ഇനി ഒരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ എന്താണ് ആ അസറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് ഡിബഞ്ചർ കൊടുക്കുക. അതിപ്പോൾ പ്രീമിയം ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് എന്നാണോ അസറ്റിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ ദി വാല്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ വാല്യൂ ഓഫ് ഡിബഞ്ചർ ഇപ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, പ്രീമിയം കൂടി ആഡ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, വാല്യൂ ഓഫ് ദി അസറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഡിബഞ്ചർ, അതിൽ ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പാറിനാണെങ്കിൽ വളരെ സിമ്പിളാണ്. എത്രയാണോ നമ്മുടെ കൺസിഡറേഷൻ കൊടുക്കാനുള്ളത് അസറ്റിന്, അതിന് അനുസരിച്ച് അതേ എമൗണ്ട് ഡിബഞ്ചറായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. A Limited took over assets worth rupees 5 lakh and took over liabilities amounted to rupees 50,000 at an agreed value of rupees 4 lakh of Y Limited. A Limited issued 9% debentures. ഡിബഞ്ചേഴ്സിൻ്റെ വിലയാണ് മേലെ കൊടുത്തിരിക്കുന്നത്, 100 rupees ആണ്. At a discount of 20% in full satisfaction of the purchase price. Show the entries in books of A Limited. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് A Limited 5 ലക്ഷത്തിൻ്റെ അസറ്റും അതേപോലെ 50,000 ലയബിലിറ്റിയും നമ്മുടെ വൈ ലിമിറ്റഡിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈ ലിമിറ്റഡ് എന്താണ്, വൈ ലിമിറ്റഡിൻ്റെ അസറ്റും ലയബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ വൈ ലിമിറ്റഡിൻ്റെ മൊത്തമായിട്ട് എ ലിമിറ്റഡ് വാങ്ങി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിനെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ലിമിറ്റഡ് 9% ഡിബഞ്ചേഴ്സാണ് വൈ ലിമിറ്റഡിന് ഇഷ്യൂ ചെയ്തത്. 9% എന്ന് വെച്ചാൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ആ ഡിബഞ്ചറിന് എവിടേക്ക് എഴുതുന്നു അതിന് മുമ്പായിട്ട് നിങ്ങൾ 9% എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ ഇത് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് നിങ്ങൾ എഴുതുക. അതായത് ആദ്യം ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പോർഷൻസ് കവർ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.